വളർച്ചയുടെ പല കാലഘട്ടങ്ങളാണ് ഒരു 25 വയസ്സുവരെ. അതുവരെ തോന്നുന്ന പ്രണയങ്ങളും ജീവിതത്തിലെ പാളിച്ചകളുമൊക്കെ എല്ലാ മനുഷ്യജീവിതത്തിലും സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ അതിരുകടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചേർത്തലയിലെ പൂച്ചാക്കലിൽ സംഭവിച്ചത്. ഏറെ പ്രതീക്ഷയോടെ മകളെ രാജസ്ഥാനിലേക്ക് പഠിക്കാൻ വിട്ട അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചു തകർക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇത്രയും കാലം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ മകളാണ് ഈ ക്രൂരതകൾ ചെയ്തു കൂട്ടിയതെന്ന് അവർക്കിനിയും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. +2 പഠനം കഴിഞ്ഞപ്പോഴാണ് പൂച്ചാക്കലിലെ 18-കാരിയെ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പഠിക്കാൻ അയച്ചത്. ഫോറൻസിക് സയൻസിലെ ബിരുദമായിരുന്നു ലക്ഷ്യം. കേരളം വിട്ടു പോകുന്നതിനാൽ തന്നെ മകളെ കാണുവാനും സംസാരിക്കുവാനും മൊബൈൽ ഫോണും വാങ്ങിച്ചു നൽകി. രാജസ്ഥാനിലെ ആ പഠനത്തിനിടെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാമിലെത്തിയ പെൺകുട്ടി 20-കാരനുമായി പ്രണയത്തിലായത്. ആലപ്പുഴ തകഴിക്കാരനായ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ. അങ്ങനെ 3 വർഷത്തെ പഠനം കഴിഞ്ഞ പെൺകുട്ടി തിരിച്ചെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഇൻറ്റേൺഷിപ്പിനും എത്തി. അതോടെ പ്രണയം കൂടുതൽ പൂത്തുലഞ്ഞു. 1.5 വർഷം മുമ്പാണ് പെൺകുട്ടി ഇൻറ്റേൺഷിപ്പിനായി തലസ്ഥാനത്തേക്ക് എത്തിയത്. പിന്നാലെ തോമസ് ജോസഫുമായി പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയും പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു. അതിനിടെയാണ് പ്രണയം വീട്ടിലറിയിച്ചതും. ഏറെക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ വീട്ടുകാരെ സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്നാൽ ഇതിനിടെ ഗർഭിണിയായ കാര്യം മാത്രം പെൺകുട്ടി വീട്ടിലറിയിച്ചില്ല. തുടർന്ന് അവധിക്ക് വീട്ടിലെത്തിയ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 പ്രസവിക്കുകയും ചെയ്തു. പ്രസവ വേദനയുടെ ഒരു നേരിയ ശബ്ദം പോലും വീട്ടുകാരെ കേൾപ്പിക്കാതെ എല്ലാം രഹസ്യമാക്കി വെച്ച പെൺകുട്ടി പ്രസവം കഴിഞ്ഞയുടൻ കാമുകനെ വിളിക്കുകയും തോമസ് ജോസഫിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറുകയുമായിരുന്നു. തോമസ് ജോസഫിനൊപ്പം സുഹൃത്തായ അശോകും ഉണ്ടായിരുന്നു. തുണിയിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറിലാക്കിയ കുഞ്ഞിനെ ഇരുവരും ചേർന്ന് കുന്നുമ്മ കൊല്ലനാടി പാടശേഖരത്തിൻ്റെ പുറംബണ്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു. തുടർന്നാണ് പെൺകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടായതോടെ പിന്നാലെ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. പ്രസവത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് പെൺകുട്ടിക്കെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ ആലപ്പുഴ അമ്മത്തൊട്ടിലിൽ കാമുകൻ ഉപേക്ഷിച്ചെന്ന് പെൺകുട്ടി അറിയിച്ചത്. എന്നാൽ അമ്മത്തൊട്ടിലിൽ കുട്ടിയെ കിട്ടിയില്ലെന്നും മനസ്സിലായി. പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചെന്നും മൃതദേഹം മറവു ചെയ്യാനായി കാമുകനെ ഏൽപ്പിച്ചെന്നുമായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കണ്ടെടുത്തത്. കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ അനക്കമില്ലായിരുന്നുവെന്നാണ് യുവാവും മൊഴി നൽകിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.